മാലാഖവൃന്ദങ്ങൾ പാടിടുന്നു സ്വർലോകനാഥൻ പരിശുദ്ധൻ, രാജാക്കന്മാരുടെ രാജാവാം സർവാദിനാഥൻ പരിശുദ്ധൻ. മാലാഖവൃന്ദങ്ങൾ പാടിടുന്നു സ്വർലോകനാഥൻ പരിശുദ്ധൻ, രാജാക്കന്മാരുടെ രാജാവാം സർവാദിനാഥൻ പരിശുദ്ധൻ. ഉന്നതങ്ങളിൽ വാണിടുന്നതാം സർവശക്തനാം സൃഷ്ടാവിനെ മണ്ണിലെ വരും കീർത്തനങ്ങളാൽ ഏറ്റുപാടുന്നു ഹോശാന. ഉന്നതങ്ങളിൽ വാണിടുന്നതാം സർവശക്തനാം സൃഷ്ടാവിനെ മണ്ണിലെ വരും കീർത്തനങ്ങളാൽ ഏറ്റുപാടുന്നു ഹോശാന. ഹോശാന 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 ഹോശാന. വാനമേഘങ്ങളിൽ വാണിടുന്നവൻ സ്വർലോകനാഥൻ പരിശുദ്ധൻ, മണ്ണിലും വിണ്ണിലും അത്യുന്നതൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. വാനമേഘങ്ങളിൽ വാണിടുന്നവൻ സ്വർലോകനാഥൻ പരിശുദ്ധൻ, മണ്ണിലും വിണ്ണിലും അത്യുന്നതൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. സർവശക്ത ദൈവമേ രാജാതിരാജനെ മന്നിതിൽ മുഴങ്ങിടട്ടെ നിന്റെ ഗീതികൾ. സർവശക്ത ദൈവമേ രാജാതിരാജനെ മന്നിതിൽ മുഴങ്ങിടട്ടെ നിന്റെ ഗീതികൾ. നീ മാത്രം പരിശുദ്ധൻ, നീ മാത്രം പരിശുദ്ധൻ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. കർത്താവാം ദൈവം പരിശുദ്ധൻ, കർത്താവാം ദൈവം പരിശുദ്ധൻ.
യേശു ക്രിസ്തുവേ ഭൂവിതിൽ മുഴങ്ങിടട്ടെ നിന്റെ മഹിമകൾ നിത്യജീവനേകിടും ശ്രീ യേശു ക്രിസ്തുവേ ഭൂവിതിൽ മുഴങ്ങിടട്ടെ നിന്റെ മഹിമകൾ നീ മാത്രം പരിശുദ്ധൻ നീ മാത്രം പരിശുദ്ധൻ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ ബലവാനാം ദൈവം പരിശുദ്ധൻ ബലവാനാം ദൈവം പരിശുദ്ധൻ ബലവാനീശനോശാന പാടാം ദൈവാത്മാവിനോശാന പാടാം വിണ്ണിലും മണ്ണിലുമായവനെ മാലാഖമാർ ചേർന്നോശാന പാടാം ബലവാനീശനോശാന പാടാം ദൈവാത്മാവിനോശാന പാടാം വിണ്ണിലും മണ്ണിലുമായവനെ മാലാഖമാർ ചേർന്നോശാന പാടാം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനോശാന പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനോശാന ഉന്നതനായവനേ ഉലകിൻ പരിപാലകനേ ഉന്നതനായവനേ ഉലകിൻ പരിപാലകനേ സ്വർഗീയ ദൂതർ ഒന്നായി ചേർന്ന് സ്വർലോകനാഥനെ വാഴ്ത്തിയിടുന്നു സ്വർഗീയ ദൂതർ ഒന്നായി ചേർന്ന് സ്വർലോകനാഥനെ വാഴ്ത്തിയിടുന്നു പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനോശാന പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനോശാന ഒലിവിൻ ചില്ലകളേന്തിയിതാ പാടുന്നു ഞങ്ങൾ ഓശാന മഹിമയിൽ മിന്നി വിളങ്ങിടുമാ രക്ഷകനേശുവിനോശാന മണ്ണിലും വിണ്ണിലും പുളകവുമായി വിനയത്തിൻ തേരേറി വരുന്ന സ്നേഹനാഥനായോർസ്ലേം ജനതതി ആർപ്പുവിളിപ്പൂ ഓശാന
സൈന്യം വാഴ്ത്തുന്നു. ഹോശാന ഹോശാന ഹോശാന. ബലവാനായ കർത്താവേ, എന്നെന്നും നീ പരിശുദ്ധൻ. വാനവരൊത്ത് ഹൃദയ താളത്തിൽ മാനവർ പാടുന്നു ഹോശാന. സർവചരാചര പാലകനേ, ഹോശാന ഹോശാന ഹോശാന. മരുവിൽ മന്ന പൊഴിച്ചവനേ, ഹോശാന ഹോശാന ഹോശാന. ജീവിതം തന്നെ സ്നേഹമായി മാറ്റിയവൻ നീ. ഓൺലൈനായി സംപ്രേഷണം ചെയ്യുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ ദേവാലയങ്ങളിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ സാധിക്കാതെ വരുന്ന സാഹചര്യത്തിലാണല്ലോ ഓൺലൈൻ കുർബാന ഒരു ബദൽ സംവിധാനമായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ദേവാലയത്തിൽ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിലൂടെ ലഭിക്കുന്ന കൗദാശിക ഫലങ്ങൾ ലഭിക്കുന്നില്ലെങ്കിലും ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ സംവിധാനം പ്രയോജനപ്പെടുത്താനുള്ള അനുവാദം സഭാധികാരികൾ നൽകിയിട്ടുണ്ട്. വിശുദ്ധ കുർബാന ഫലപ്രദമായി ഓൺലൈൻ ആയി കാണുന്നതിന് ഭവനത്തെ ദേവാലയമാക്കി മാറ്റണം. അതിലേക്ക് താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഉചിതമായിരിക്കും. 1. ഓൺലൈൻ കുർബാനയിൽ പങ്കെടുക്കുന്നതിന് വീട്ടിൽ കുടുംബ പ്രാർത്ഥനയ്ക്കായി കൂടുന്ന സ്ഥലമായിരിക്കും ഉചിതം. അവിടെ വിരിയിട്ട ഒരു മേശയിൽ കുരിശും തിരികളും വിശുദ്ധ ഗ്രന്ഥവും വയ്ക്കേണ്ടതാണ്. അതിനടുത്ത് ഓൺലൈൻ ട്രാൻസ്മിഷൻ സ്വീകരിക്കുന്ന ഉപകരണം, ഫോൺ, കമ്പ്യൂട്ടർ, TV വയ്ക്കണം. 2. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവർ ദേവാലയത്തിൽ എത്തുന്നത് പോലെ വസ്ത്രം ധരിക്കുന്നത് ഉചിതമായിരിക്കും. 3. ഓൺലൈൻ കുർബാനയിൽ പങ്കെടുക്കുന്ന സമയം മറ്റു ജോലികൾ ചെയ്യുന്നതും ഫോൺ ഉപയോഗിക്കുന്നതും പൂർണ്ണമായും മാറ്റിവെക്കണം. 4. സംപ്രേഷണം ചെയ്യുന്ന കുർബാനയോടൊപ്പം വീട്ടിലിരുന്ന് പ്രാർത്ഥനകൾ ചൊല്ലുകയും ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യേണ്ടതാണ്. 5. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവർ സാധിക്കുന്നിടത്തോളം ദേവാലയത്തിലേതുപോലെ തന്നെ എഴുന്നേറ്റ് നിൽക്കുകയും മുട്ടുകുത്തുകയും ഇരിക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. 6. വിശുദ്ധ കുർബാന സ്വീകരണ സമയത്ത് അരൂപിക്കടുത്തുള്ള വിശുദ്ധ കുർബാന സ്വീകരണത്തിനായി താഴെ കൊടുത്തിരിക്കുന്ന പ്രാർത്ഥന ചൊല്ലുന്നത് ഉചിതമായിരിക്കും. അരൂപയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യഹുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുത്. ആമീൻ. ഓർസ്ലേം നഗരത്തിൻ വാതിൽ തുറക്കുന്നു. ഒലിവിൻ ശിഖരങ്ങൾ കൈകളിലുയരുന്നു. ഓശാനകളാൽ വഴിയെല്ലാം മുഖരിതമാകുന്നു. രാജമഹേശ്വരനാം മിശിഹായണയുന്നു. കഴുതക്കുട്ടിയതാ വാഹനമാകുന്നു. തെരുവോരങ്ങളിൽ ജൈവിളികൾ മാറ്റുലി തീർക്കുന്നു. വാനവരോടൊപ്പം പാടാമോശാന. വിനയാന്വിതരായി നാം നാഥനു സ്തുതി പാടാം. സ്വർഗമനോഹര ഭവനത്തിൽ ചേർക്കുക ഞങ്ങളെയും.
കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം നേടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവവൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തുന്നത് പോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ.
ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാലെന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേനാമേനെന്നേക്കും. സാധനും അതുപോലാത്മജനും ൂഹായ്ക്കും സ്തുതിയെന്നേക്കും. ആദിമുതൽക്കുന്നതുപോലെ ആമേനാമേനവരതം. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാനിൻ സ്തുതിതൻ നിസ്തുലമഹിമവാൻ. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. വാനവമാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മഹത്വത്തിന്റെ രാജാവായ മിശിഹായി വിനിതനായ കഴുതക്കുട്ടിയുടെ പുറത്ത് യെരൂശലേം ദേവാലയത്തിലേക്ക് എഴുന്നള്ളിയ അതിനെ ഞങ്ങൾ ആരാധിക്കുന്നു. നീതിമാനും പ്രതാപവാനുമായ രാജാവേ, നിനക്ക് ഓശാന പാടിയ സിയോൻ മക്കളുടെ കീർത്തനങ്ങളോടുകൂടി ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തുതിഗീതങ്ങളും സ്വീകരിക്കണമേ. ഓശാന പാടി നിന്നെ എതിരേറ്റ ജനങ്ങളെ പോലെ സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ സഹനത്തിലും മരണത്തിലും ഉദ്ധാനത്തിലും പങ്കുചേർന്ന് ഈ പെസഹ രഹസ്യങ്ങൾ അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. വിനയാന്വിതനായ ദൈവസുതൻ യെരൂശലേം നഗരം പൂകുകയായി. ജനനിരയെല്ലാം ആഹ്ലാദം നിറയും മനമോടെതിരേറ്റു. ഭൂവാസികളെ വന്നിടുവിൻ, സ്തുതിഗീതങ്ങൾ പാടിടുവിൻ. ഗാനാലാപനനാദങ്ങൾ ഗഗനം മുഖരിതമാക്കട്ടെ. തിരുമുറ്റത്തേക്കണയുക നാം നന്ദിയൊടങ്ങയ വാഴ്ത്തിടുവാൻ. കരുണാമയനാം സകലേശൻ നിരുപമമെന്നും വിശ്വസ്തൻ. താതനും അതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതി എന്നേക്കും. ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. കർത്താവേ, ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുകയും സുദീർഘമായ ഞങ്ങളുടെ തിരുനാമം ഏറ്റുപറയുകയും ചെയ്യുന്നു. ഞങ്ങൾ അഭയം തേടുന്ന അങ്ങയുടെ പരിപാലന ഉന്നതവും മഹനീയവുമാകുന്നു. അങ്ങിൽ പ്രത്യാശ വയ്ക്കുവാനും അങ്ങ് വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും നിരാശരാകുകയില്ല.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സകല സൃഷ്ടികളെ കർത്താവിനെ സ്തുതിക്കുവിൻ. സർവചരാചരങ്ങളെ വീണ്ടെടുക്കുവാൻ ദാവീദിന്റെ വംശത്തിൽ നിന്ന് വന്ന മിശിഹായെ ശിശുക്കളോ വിശാഖകളേന്തി അങ്ങേ ഓശാന പാടി സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. ശിശുക്കളുടെയും യുവാക്കളുടെയും മുതിർന്നവരുടെയും അധരങ്ങളിൽ നിന്ന് സ്തുതി പുറപ്പെടുവിച്ചവനും പുറജാതികളുടെ പ്രതീക്ഷയുമായ ദാവീദ് പുത്രന് ഉന്നതങ്ങളിൽ ഓശാന. സ്തുതികളാൽ അവനെ പ്രകീർത്തിച്ച ശിശുക്കൾക്ക് തന്റെ ശക്തി വെളിപ്പെടുത്തിയവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. സർവചരാചര സൃഷ്ടികളെ അരിയ മനോജ്ഞ നഭസ്ഥലമേ കർത്താവാം പരമോന്നതനെ വാഴ്ത്തിപ്പാടി നമിച്ചിടുവിൻ. മൃതരെ ഉയർപ്പിച്ചർഹത പോൽ പ്രതിഫലമീശൻ നൽകിയിടും. മോഹന നിത്യവിഭാതത്തെ വാനവരുത്തു വണങ്ങിടാം. വാനവദൂതജനാവലിയെ സൈനിക ഗണമേ ജനതികളെ കർത്താവാം പരമോന്നതനെ വാഴ്ത്തിപ്പാടി നമിച്ചിടുവിൻ. മഴയെ മഞ്ഞേ താരകളെ ചൂടേ കാറ്റേ രുതിയേ കർത്താവാം പരമോന്നതനെ വാഴ്ത്തിപ്പാടി നമിച്ചിടുവിൻ. വനിമതിയെ നെൽപ്പകലോനെ രാവേ പകലേ ഇരുൾ നിറയെ കർത്താവാം പരമോന്നതനെ വാഴ്ത്തിപ്പാടി നമിച്ചിടുവിൻ. മേഘാവലിയെ കുന്നുകളെ ഗിരിനിരയെ തൃണജാതികളെ കർത്താവാം പരമോന്നതനെ വാഴ്ത്തിപ്പാടി നമിച്ചിടുവിൻ. തെളിനീരേകും തടിനികളെ അരുവികളെ ജലജീവികളെ കർത്താവാം പരമോന്നതനെ വാഴ്ത്തിപ്പാടി നമിച്ചിടുവിൻ. പക്ഷിമൃഗാദികളെ നരരെ ഇസ്രായേലിൻ വംശജരെ കർത്താവാം പരമോന്നതനെ വാഴ്ത്തിപ്പാടി നമിച്ചിടുവിൻ. ധാർമ്മികരെ വിനയാന്വിതരെ നിൽക്കൺമഷരെ വൈദികരെ കർത്താവാം പരമോന്നതനെ വാഴ്ത്തിപ്പാടി നമിച്ചിടുവിൻ. ദൈവിക ഭവന നിവാസികളെ സഹദാമാരെ പ്രേക്ഷിതരെ കർത്താവാം പരമോന്നതനെ വാഴ്ത്തിപ്പാടി നമിച്ചിടുവിൻ. മിന്നും മിന്നൽ പിണറുകളെ ചൂടേ കുളിരേ തരുനിരയെ കർത്താവാം പരമോന്നതനെ വാഴ്ത്തിപ്പാടി നമിച്ചിടുവിൻ. ഇസ്രായേലിൻ വത്സലരെ ഹന്നനിയായ സഖിമാരെ കർത്താവാം പരമോന്നതനെ വാഴ്ത്തിപ്പാടി നമിച്ചിടുവിൻ. സാധനമലുപോലാത്മജനും റൂഹായ്ക്കും സ്തുതി ഉയരട്ടെ ആദിമുതൽ കന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. പ്രവാചകന്മാരുടെ സമൂഹം ആനന്ദിക്കട്ടെ, അവർ ഉച്ചത്തിൽ ഓശാന പാടി സ്തുതിക്കട്ടെ. അമ്രാമിന്റെ പുത്രനായ മൂശ ആനന്ദിക്കട്ടെ, എന്തെന്നാൽ അവൻ ഏത് പ്രവാചകനെ കുറിച്ച് പ്രവചിച്ചുവോ അവൻ ആഗതനായിരിക്കുന്നു. യാക്കോബ് സന്തോഷിക്കട്ടെ, എന്തെന്നാൽ അവൻ ഏത് രാജാവിനെ കുറിച്ച് അവൻ കഴുതയെ മുന്തിരിവള്ളിയിലും കഴുതക്കുട്ടിയെ ശിഖരത്തിലും കെട്ടിയിടുമെന്ന് പറഞ്ഞുവോ അവൻ ആഗതനായിരിക്കുന്നു. ജസയുടെ പുത്രനായ ദാവീദ് സന്തോഷിക്കട്ടെ, എന്തുകൊണ്ടെന്നാൽ ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും അധരങ്ങളിൽ നിന്ന് സ്തുതിയൊരുക്കി എന്നവൻ്റെ വചനങ്ങൾ പൂർത്തിയായി. സഹോദരരെ, നമുക്കെല്ലാവർക്കും സകലത്തിൻ്റെയും നാഥനായ ദൈവപുത്രന് ഉച്ചത്തിൽ ഓശാന പാടാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സകലത്തിൻ്റെയും നാഥാദൃശ്യവും അഗ്രാഹ്യവുമായ അങ്ങയുടെ പ്രകൃതിയെയും അങ്ങയുടെ മഹനീയമായ തൃത്വത്തിൻ്റെയും അപരിമയ നന്മയെയും ഞങ്ങളെപ്പോഴും പുകഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവായ ദൈവമേ, നിത്യം ജീവിക്കുന്നവനായ അങ്ങേക്കും പരിശുദ്ധനായ അങ്ങയുടെ അഭിഷിക്തനും ജീവദാതാവായ ദിവ്യാത്മാവിനും ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു.
സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ഓശാന പാടുവിൻ, നാഥനെ വാഴ്ത്തുവിൻ, ദിവ്യാപദാനങ്ങൾ കീർത്തിക്കുവിൻ, കാഹളമൂതുവിൻ, വീണകൾ മീട്ടുവിൻ, പാവന പാദം നമിച്ചിടുവിൻ. ഓശാന പാടുവിൻ, നാഥനെ വാഴ്ത്തുവിൻ, ദിവ്യാപദാനങ്ങൾ കീർത്തിക്കുവിൻ, കാഹളമൂതുവിൻ, വീണകൾ മീട്ടുവിൻ, പാവന പാദം നമിച്ചിടുവിൻ. പൂക്കൾ വിരിക്കുവിൻ, വീതിയൊരുക്കുവിൻ, വിണ്ടലനാഥൻ എഴുന്നള്ളുന്നു, ആനന്ദഗാനങ്ങൾ എങ്ങും മുഴങ്ങട്ടെ, സൃഷ്ടികൾ നാഥനെ വാഴ്ത്തിടട്ടെ. ആനന്ദഗാനങ്ങൾ എങ്ങും മുഴങ്ങട്ടെ, സൃഷ്ടികൾ നാഥനെ വാഴ്ത്തിടട്ടെ. ഓശാന പാടുവിൻ, നാഥനെ വാഴ്ത്തുവിൻ, ദിവ്യാപദാനങ്ങൾ കീർത്തിക്കുവിൻ, കാഹളമൂതുവിൻ, വീണകൾ മീട്ടുവിൻ, പാവന പാദം നമിച്ചിടുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ നാഥനും രക്ഷകനും രാജാധിരാജനുമായ മിശിഹായി, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ജെറൂസലേം പട്ടണത്തിലേക്കുള്ള ആഘോഷപൂർവകമായ നിന്റെ പ്രവേശനത്തിന്റെ ഓർമ്മ കൊണ്ടാടുവാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സമൂഹത്തെ തൃക്കൺ പാർക്കണമേ. സൈത്തിൻ കൊമ്പുകൾ പിടിച്ചുകൊണ്ട് നിന്നെ എതിരേറ്റവരെ അനുഗ്രഹിച്ച മിശിഹായി, നിന്റെ വലതുകരം നീട്ടി ഈ കുരുത്തോല ആശീർവദിക്കണമേ. ഞങ്ങളെയും ഈ കുരുത്തോല സ്ഥാപിക്കുന്ന ഭവനങ്ങളെയും സ്ഥലങ്ങളെയും നിന്റെ കൃപാവരം കൊണ്ട് നിറയ്ക്കണമേ. ഹോശാന പാടി ഇന്ന് നിന്നെ എതിരേൽക്കുന്ന ഞങ്ങൾ മഹത്വപൂർണമായ നിന്റെ പ്രത്യാഗമനത്തിൽ നിന്നെ എതിരേൽക്കുവാനും സ്വർഗീയ ജെറൂസലേമിൽ പ്രവേശിച്ച ആനന്ദപൂർവ്വം നിന്നെ സ്തുതിക്കുവാനും അർഹരാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ഓശാന ഓശാന ദാവീദിൻ സുതനോശാന, ഓശാന ഓശാന ദാവീദിൻ സുതനോശാന, ഓശാന. കർത്താവിൻ പൂജിത നാമത്തിൽ വന്നവനെ വാഴ്ത്തിപ്പാടിടുവിൻ. കർത്താവിൻ പൂജിത നാമത്തിൽ വന്നവനെ വാഴ്ത്തിപ്പാടിടുവിൻ. വിണ്ണിൻ പൂവേദിയിലോശാന, ദാവീദിൻ സൂനുവിനോശാന, ഓശാന ഓശാന ദാവീദിൻ സുതനോശാന, ഓശാന. ബാലകരും തീർത്ഥകരും
നാഥനു ജൈഗാനം പാടുന്നു ബാലകരും തീർത്ഥകരും. നാഥനു ജൈഗാനം പാടുന്നു പുതുമലരും തളിരിലയും. നാഥനു ജൈഗാനം പാടുന്നു ഓശാന ഓശാന ദാവീദിൻ സുതനോശാന ഓശാന. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീയരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. കർത്താവേ, അങ്ങേക്ക് നന്ദി പറയുന്നത് ഉത്തമമാകുന്നു. അത്യുന്നത അങ്ങയുടെ നാമം പ്രവർത്തിക്കുന്നതും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. അധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നിത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയെ സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്തെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. ആദിമുതൽ എന്നേക്കും ആമേൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോട് കേൾക്കുവിൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന ഗുരു ആശീർവദിക്കണമേ. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. യൂദ, നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ പതിക്കും. നിന്റെ പിതാവിൻ്റെ പുത്രന്മാർ നിന്റെ മുൻപിൽ കുമ്പിടും. യൂദ ഒരു സിംഹക്കുട്ടിയാണ്. എൻ്റെ മകനെ, നീ ഇരയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. അവനൊരു സിംഹത്തെ പോലെയും സിംഹിയെ പോലെയും പതുങ്ങിക്കിടന്ന് വിശ്രമിക്കുന്നു. അവനെ ഉണർത്താൻ ആർക്കു ധൈര്യമുണ്ടാകും? ചെങ്കോൽ യൂദായെ വിട്ടുപോകയില്ല. അതിൻ്റെ അവകാശി വന്നുചേരും വരെ അധികാരദണ്ഡ് അവൻ്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോകയില്ല. ജനതകൾ അവനെ അനുസരിക്കും. അവൻ തൻ്റെ കഴുതയെ മുന്തിരിവള്ളിയിലും കഴുതക്കുട്ടിയെ വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും കെട്ടിയിടും. തൻ്റെ ഉടുപ്പ് വീഞ്ഞിലും മേലങ്കി മുന്തിരിച്ചാറിലും കഴുകും. അവൻ്റെ കണ്ണുകൾ വീഞ്ഞിനേക്കാൾ ചെമന്നും പല്ലുകൾ പാലിനേക്കാൾ വെളുത്തുമിരിക്കും. നീരുറവയ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് യോസേഫ്. അതിൻ്റെ ശാഖകൾ മതിലിനുമീതെ പടർന്നു നിൽക്കുന്നു. വില്ലാളികൾ അവനെ കഠിനമായി വേദനിപ്പിച്ചു. അവർ അവനു നേരെ അമ്പെയ്യുകയും അവനെ ഞെരുക്കുകയും ചെയ്തു. എന്നാൽ അവൻ്റെ വില്ല് ഉറച്ചു നിന്നു. യാക്കോബിൻ്റെ ശക്തനായ ദൈവം, ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ തൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ കൈകളെ ശക്തിപ്പെടുത്തി. നിന്റെ പിതാവിൻ്റെ ദൈവം നിനക്ക് തുണയായിരിക്കും. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും. മുകളിലുള്ള ആകാശത്തിൻ്റെയും കീഴിലുള്ള ആഴത്തിൻ്റെയും ഉദരത്തിൻ്റെയും മാറിടത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നിനക്കുണ്ടാകട്ടെ. നിന്റെ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ നിത്യപർവ്വതങ്ങളുടെ ഔദാര്യത്തെക്കാളും ശാശ്വതഗിരികളുടെ അനുഗ്രഹങ്ങളെക്കാളും ശക്തങ്ങളാണ്. അവ യൗസേപ്പിൻ്റെ ശിരസിൽ
തൻ്റെ സഹോദരരിൽ നിന്ന് വേർപെട്ടിരുന്നവൻ്റെ മൂർധാവിൽ വർഷിക്കപ്പെടട്ടെ. എൻ്റെ സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഗുരു ആശ്രദിച്ചാലും. സിയോൻ പുത്രി, അതിയായി ആനന്ദിക്കുക. ജെറുസലേം പുത്രി, ആർപ്പ് വിളിക്കുക. ഇതാ, നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാന്യുതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ഞാൻ എഫ്രായിമിൽ നിന്ന് രഥത്തെയും ജെറുസലേമിൽ നിന്ന് പടക്കുതിരയെയും വിച്ഛേദിക്കും. പടവില്ല് ഞാൻ ഒടിക്കും. അവൻ ജനതകൾക്ക് സമാധാനമരുളും. അവൻ്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റം വരെയും ആയിരിക്കും. നീയുമായുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തനിമിത്തം പ്രവാസികളെ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്ന് സ്വതന്ത്രരാക്കും. പ്രത്യാശയുടെ തടവുകാരെ, നിങ്ങളുടെ രക്ഷാദുർഗങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ. നിങ്ങൾക്ക് ഇരട്ടി മടക്കി തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. പ്രകീർത്തനം ആലപിക്കുവാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. തരുനിരയെല്ലാം ദൈവത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തട്ടെ. ഹോശാനകളാൽ ഈ സുദിനം ഹല്ലേലൂയ പാടുക നാം. വാഴ്ത്തിയിടാം നിത്യം തിരുനാമം. ജനതകളവിടുത്തെ മഹിമകൾ പാടുന്നു, താണുവണങ്ങുന്നു. തരുനിരയെല്ലാം ദൈവത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തട്ടെ. ഹോശാനകളാൽ ഈ സുദിനം ഹല്ലേലൂയ പാടുക നാം. വാഴ്ത്തിയിടാം നിത്യം തിരുനാമം. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. തരുനിരയെല്ലാം ദൈവത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തട്ടെ. ഓശാനകളാൽ ഈ സുദിനം ഹല്ലേലൂയ പാടുക നാം. വാഴ്ത്തിയിടാം നിത്യം തിരുനാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരം ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം. മിശിഹാദിനെ അനുഗ്രഹിക്കട്ടെ. ജനതകളെ, നിങ്ങളോട് ഞാൻ പറയുകയാണ്, ജനതകളുടെ ശ്ലീഹ എന്ന നിലയ്ക്ക് എൻ്റെ ശുശ്രൂഷയെ ഞാൻ പ്രശംസിക്കുന്നു. അതുവഴി എനിക്ക് സ്വജാതിക്കാരെ അസൂയലാക്കുകയും അങ്ങനെ അവരിൽ ചിലരെയെങ്കിലും രക്ഷിക്കുകയും ചെയ്യാമല്ലോ. എന്തുകൊണ്ടെന്നാൽ അവരുടെ തിരസ്കാരം ലോകത്തിൻ്റെ അനുരഞ്ജനമായെങ്കിൽ അവരുടെ സ്വീകാര്യം മൃതരിൽ നിന്നുള്ള ജീവനല്ലാതെ മറ്റെന്തായിരിക്കും? ആദിഭാഗം വിശുദ്ധമെങ്കിൽ ധാന്യമാവ് മുഴുവനും, വേര് വിശുദ്ധമെങ്കിൽ ശാഖകളും. ശാഖകളിൽ ചിലത് മുറിക്കപ്പെടുകയും കാട്ടൊലിവായ നീ അവയിൽ ഒട്ടിക്കപ്പെടുകയും ഒലിവുമരത്തിൻ്റെ വേരിൻ്റെ സമ്പന്നതയിൽ നീ പങ്കുവറ്റുകയും ചെയ്യുന്നെങ്കിൽ ആ ശാഖകളെ പ്രതി നീ അഭിമാനിക്കരുത്. അഭിമാനിക്കുന്നെങ്കിൽ നീ വേരിനെയല്ല, വേര് നിന്നെയാണ് താങ്ങിയിരിക്കുന്നത് എന്നോർത്തുകൊള്ളുക. ഞാൻ ഒട്ടിച്ചു ചേർക്കപ്പെടേണ്ടതിനാണ് ശാഖകൾ മുറിക്കപ്പെട്ടത് എന്ന് നീ പറഞ്ഞേക്കാം.
കൊള്ളാം, അവിശ്വാസ നിമിത്തം അവർ വിച്ഛേദിക്കപ്പെട്ടു. എന്നാൽ നീ വിശ്വാസം വഴി ഉറച്ചു നിൽക്കുന്നു. ആകയാൽ അഹങ്കരിക്കാതെ ഭയത്തോടെ വർത്തിക്കുക. എന്തെന്നാൽ സ്വാഭാവിക ശാഖകളോട് ദൈവം ദാക്ഷിണ്യം കാണിക്കാത്ത നിലയ്ക്ക് നിന്നോടും ദാക്ഷിണ്യം കാണിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യവും കാഠിന്യവും ശ്രദ്ധിച്ചാലും വീണവരോട് കാഠിന്യവും കാരുണ്യത്തിൽ നിലനിന്നാൽ നിന്നോട് ദൈവകാരുണ്യവും, അല്ലെങ്കിൽ നീ മുറിച്ചു നീക്കപ്പെടും. തങ്ങളുടെ അവിശ്വാസത്തിൽ തുടരുന്നില്ലെങ്കിൽ അവരും ഒട്ടിച്ചു ചേർക്കപ്പെടും. എന്തെന്നാൽ അവരെ വീണ്ടും ഒട്ടിച്ചു ചേർക്കാൻ ദൈവത്തിന് കഴിയും. പ്രകൃത്യാ ഉള്ള കാട്ടൊലിവിൽ നിന്ന് നീ മുറിക്കപ്പെട്ടു. നട്ടുവളർത്തപ്പെട്ട നല്ല ഒലിവിന്മേൽ അസ്വാഭാവികമായ മെച്ചം ഒട്ടിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ സ്വാഭാവിക ശാഖകൾ എത്രയോ കൂടുതലായി ആദ്യത്തെ ഒലിവുമരത്തോട് ഒട്ടിച്ചു ചേർക്കപ്പെടും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സുഹാലവ ഉലവരാവൽ റോഹദ കൂദശ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മിന്നാലം വാലമ്മ ആനം നൽമീ വാമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശുദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധാമത്തായി അറിയിച്ച നമ്മുടെ കർത്താവിശ്വം സിംഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അവർ ജെറൂസലേമിലേക്ക് അടുത്തുകൊണ്ടിരുന്നു. ഒലിവുമലയുടെ അടുത്തുള്ള ബത്പഗായിലെത്തിയപ്പോൾ ഈശോ 2 ശിഷ്യരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അയച്ചു: നേരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു കഴുതിയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ ഗുരുവിന് അവയെ ആവശ്യമുണ്ട് എന്ന് പറയുവിൻ. ഉടനെ അയാൾ അവയെ വിട്ടുതരും. ഇത് സംഭവിച്ചത് പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടിരുന്നത് പൂർത്തിയാകാൻ വേണ്ടിയാണ്. സിഹിയോൻ പുത്രിയോട് പറയുവിൻ, ഇതാ നിന്റെ രാജാവ് കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും മേൽ സവാരി ചെയ്ത് വിനീതനായി നിന്റെ അടുക്കിലേക്ക് വരുന്നു. ശിഷ്യർ പോയി ഈശോ അവരോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. അവർ കഴുതയെയും കുട്ടിയെയും കൊണ്ടുവന്നു. അവയുടെ മേൽ അവരുടെ പുറംകുപ്പായങ്ങൾ വിരിച്ചു. ഈശോ അവയുടെ മേൽ കയറിയിരുന്നു. ജനങ്ങളിൽ പലരും തങ്ങളുടെ മേലങ്കികൾ വഴിയിൽ വിരിച്ചു. മറ്റു ചിലർ മരച്ചില്ലകൾ വെട്ടി വഴിയിൽ വിതറി. അവിടുത്തെ മുമ്പിലും പിമ്പിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തു വിളിച്ചുകൊണ്ടിരുന്നു: ദാവീദിന്റെ പുത്രന് ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, അത്യുന്നതങ്ങളിൽ ഹോസാന. അവിടുന്ന് ജെറൂസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകി വശായി ചോദിച്ചു: ഇയാൾ ആരാണ്? ജനങ്ങൾ മറുപടി പറഞ്ഞു: ഇയാൾ ഗലീലിയായിലെ നസ്രത്തിൽ നിന്ന് വന്ന പ്രവാചകനായ ഈശോയാകുന്നു. ഈശോ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം നടത്തിയിരുന്നവരെല്ലാം പുറത്താക്കി. നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവവേൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവിടുന്ന് തട്ടിമറിച്ചു. അവിടുന്ന് അവരോട് പ്രഖ്യാപിച്ചു: എൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങളോ അതിനെ മോഷ്ടാക്കളുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. കുരുടരും മുടന്തരും ദേവാലയത്തിൽ അവിടുത്തെ അടുക്കൽ വന്നു. അവിടുന്ന് അവരെ സുഖപ്പെടുത്തി. പുരോഹിത ശ്രേഷ്ഠരും വേദപണ്ഡിതരും അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെയും ദാവീദിന്റെ പുത്രന ഹോസാന എന്ന ദേവാലയത്തിൽ ആർത്തു വിളിച്ചുകൊണ്ടിരുന്ന കുട്ടികളെയും അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളും കണ്ട് കോപിഷ്ഠരായി അവിടുത്തോട് ചോദിച്ചു: ഇവർ എന്താണ് പറയുന്നതെന്ന് നീ കേൾക്കുന്നുണ്ടോ? ഈശോ പറഞ്ഞു: ഉണ്ട്. ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും അധരങ്ങളിൽ നിന്ന് അങ്ങ് സ്തുതിഗീതങ്ങൾ ഉണർത്തി എന്ന വാക്യം നിങ്ങൾ വായിച്ചിട്ടില്ലേ? പിന്നീട് അവിടുന്ന് അവരെ വിട്ട് പട്ടണത്തിന് പുറത്തുള്ള ബേഥനിയായിലേക്ക് പോയി അവിടെ രാത്രി കഴിച്ചു.
നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, വൈദിക വിദ്യാർത്ഥികളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഓശാന തിരുനാളിൻ്റെ പ്രാർത്ഥനകളും നന്മകളും ഏവർക്കും ആശംസിക്കുന്നു. തെല്ലവസനത്തോടുകൂടിയാകാം ഈ കർമ്മങ്ങളിൽ പങ്കുചേരുക. ഓർമ്മയിലെങ്ങും അറിവിലെങ്ങും ഇല്ലാത്ത തരത്തിൽ ദേവാലയത്തിൽ വന്നു ചേരാതെ, ദേവാലയത്തിൽ നിന്നും ഒരു കുരുത്തോല കൈപ്പറ്റാതെ ഒരു ഓശാന തിരുനാൾ മനുഷ്യ ചരിത്രത്തിൽ ഒരുപക്ഷെ സംഭവിച്ചിട്ടില്ലാത്തൊരു കർമ്മമാകാം. അതുകൊണ്ട് വ്യസനം വളരെ വലുതാവുകയും ചെയ്യാം. ഇത് വലിയൊരു ഓർമ്മ തിരുനാളാണെന്ന് ആദ്യ ഭാഗം തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നമ്മളെ അനുസ്മരിപ്പിക്കുന്നു. വലിയ ഒരു ഓർമ്മ തിരുനാളാണ്. വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മൾ പാടുന്നു, ഇത് ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈ ഓർമ്മ തിരുനാളിൽ ജെറൂസലേം നഗരത്തിൻ്റെ ചിത്രങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ തെളിഞ്ഞു വരും. ഇനിയും തെളിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തെളിക്കാം. ഇന്ന് സായന്നത്തിൽ തിരികൾ തെളിക്കുക എന്നൊരു നിർദ്ദേശം നൽകപ്പെട്ടിട്ടുണ്ട്. പ്രപഞ്ചത്തിൽ വെളിച്ചമില്ലാത്തത് കൊണ്ടല്ല, വൈദ്യുത ബൾബുകളൊക്കെ കെടുത്തി തിരികൾ തെളിക്കുക. അതിൻ്റെ പിന്നിൽ എൻ്റെ പശ്ചാത്തലമായിട്ടുള്ള വികാരം എന്താണെന്ന് വ്യക്തമാകുന്നില്ല. എങ്കിലും തിരികൾ തെളിക്കുക നന്മയ്ക്കാവട്ടെ. ചില തെളിവുകളുടെ കാലമാണിത്. വിപത്തുകൾ വരുമ്പോൾ മനുഷ്യർ ചെറിയ തിരിച്ചറിവുകളുടെ കാലങ്ങളിലേക്ക് തിരിച്ചു പോകും. വിപത്തിലൂടെ തിരിച്ചറിവ, വിനാശത്തിലൂടെ തിരിച്ചറിയണമെന്നില്ല. വിപത്തുകളിലൂടെയും വിനാശത്തിലൂടെയും മാത്രമല്ല അറിവുകൾ പെരുകുക. വിനയാനിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് രാജകീയമായി ജെറൂസലേമിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ കേട്ട ആരവങ്ങളുടെ സ്വരം നമ്മുടെ എവരുടെയും കാതിലുണ്ട്. ഇന്ന് നമ്മുടെ ഭവനങ്ങളിലാണ് ഈ സ്വരമുണ്ടാകട്ടെ. എല്ലാ ഭവനത്തിലും എല്ലാ വീടുകളിലും ഇന്ന് ഒരു ഓശാനയുടെ ഗീതമൊക്കെ കേൾപ്പിക്കുവാൻ, പാട്ട് കേൾപ്പിക്കുവാൻ ഒരുപാട് സംവിധാനങ്ങൾ നമുക്കുണ്ട്. ചെറിയൊരു ഉപകരണത്തിൽ കൂടെയും ശ്രുതിമധുരമായ ഗാനങ്ങൾ കേൾക്കും. അത് കാതിലുണ്ടാകും, മനസ്സിലുണ്ട്, ഹൃദയത്തിലുണ്ട്, ശരീരത്തിലുണ്ട്. ഒരു പാട്ടിൻ്റെ ഈണത്തിനനുസരിച്ച് ശരീരം ചലിക്കാറുണ്ട്, കൈയടിക്കാറുണ്ട്. ഇന്ന് നമ്മുടെ ഭവനത്തിൽ ഒരു ഓശാനയുടെ ഗീതമുണ്ടാകണം. അത് ഉറക്കെയായാലും തെറ്റില്ല, പിഴവില്ല. ഉറക്കെ കേട്ടതുകൊണ്ട് ശബ്ദമലിനീകരണം ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് ഇന്ന് എല്ലാ കത്തോലിക്ക ക്രൈസ്തവ ഭവനങ്ങൾക്കുള്ളിലും തെല്ല സ്വരത്തിൽ തന്നെ ആയിക്കോട്ടെ ഒരു ഓശാനയുടെ ഗീതം. കുരുത്തോല വഹിച്ചുകൊണ്ടൊരു പ്രദക്ഷിണത്തിന് ഇടമുണ്ടാവുന്നില്ല ഇന്ന്. പക്ഷെ എല്ലാവരുടെയും മനസ്സിൽ തെളിഞ്ഞു വരുന്ന പൂർവ്വകാല ചിത്രങ്ങളുണ്ട്. ചെറുപ്പം മുതലേ ഒരു ഓശാന തിരുനാളിൽ ഒരു കുരുത്തോലയും വഹിച്ചുകൊണ്ട് ആഘോഷപൂർവ്വമായിട്ട് ദേവാലയത്തിലേക്ക് ഒരു പ്രദക്ഷിണം നടത്തുന്നതും ദേവാലയത്തിനുള്ളിലേക്കുള്ള പ്രവേശനവുമൊക്കെ പച്ചകിടാതെ നല്ല തെളിമയോടുകൂടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് തിരിതെളിക്കുമ്പോൾ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്ന വെളിച്ചത്തെക്കാളും ഉപരി ഇങ്ങനെ മനസ്സിൽ ചെളിയുന്ന ചെറിയ ചിത്രങ്ങൾ ഉണ്ടാകണം. ഓർമ്മ തിരുനാളില ആർപ്പ് വിളിച്ചതിൻ്റെ ചുരുക്കം നമുക്കൊന്നുകൂടെ കേൾക്കാം. ഹോശാന, ഞങ്ങളെ രക്ഷിക്കണമെന്ന ഈ പദത്തിൻ്റെ അർത്ഥം. ഇന്ന് ലോകം മുഴുവനും ഹോശാന എന്ന പദത്തിലൂടെ തന്നെ അത് ആവർത്തിക്കുകയാണ്. ഞങ്ങളെ രക്ഷിക്കണമേ, മഹാവിപത്തുകളിൽ നിന്ന്, മഹാവ്യാധികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നിസ്സാരമായി പോകരുത്, നിശബ്ദമായി പോകരുത്. തെല്ല സ്വരത്തിൽ തന്നെ വിളിച്ചപേക്ഷിക്കേണ്ട കാലമെത്തി. ഞങ്ങളെ രക്ഷിക്കണമെന്ന്. വിപത്തുകളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, വ്യാധികളിൽ നിന്നും ലോകത്തെയും ജനത്തെയും രക്ഷിക്കണമേ എന്ന് ഈ ഓശാന തിരുനാളിൽ നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങൾ, ഭവനങ്ങൾ തിരിച്ചറിയുന്ന അടയാളമാണ് ഈ കുരുത്തോല. ആഗ്രഹിക്കുന്നു, ശ്രമിക്കുന്നു എല്ലാ ഭവനത്തിലും, ഇടവകയിലുള്ള എല്ലാ ഭവനത്തിലും ആശീർവദിക്കപ്പെട്ട കുരുത്തോലയിൽ ഒന്നെങ്കിലും എത്തിക്കുവാനുള്ള ശ്രമങ്ങളുണ്ട്. ചുമതലപ്പെടുത്തിയിരിക്കുന്ന കൈക്കാരന്മാർ, കൗൺസിലേഴ്സ്, നിങ്ങളുടെ ഭവനങ്ങളിലെല്ലാം നമ്മൾ ആശീർവദിച്ച കുരുത്തോലയിൽ ഒന്നെങ്കിലും എല്ലാ വീടുകളിലും എത്തിക്കാൻ ശ്രമിക്കും. അത് പൂജ്യമായിട്ട് ഒരു വീടിന് ഒരു കുരുത്തോല എന്ന നിരക്കിൽ കണക്കാക്കിയാൽ നമ്മളത് ക്രമീകരിച്ചിരിക്കുക. പൂജ്യമായിട്ടിരിക്കട്ടെ. നിങ്ങളുടെ ഭവനങ്ങൾ തിരിച്ചറിയാനുള്ള അടയാളമായിരിക്കും രക്തം. പൂർവ്വകാലത്തിൽ ദൂതൻ മുഖേന ദൈവം കുടുംബങ്ങളോട് അരുളി ചെയ്തതുപോലെ നമ്മുടെ കുടുംബങ്ങൾ തിരിച്ചറിയാനുള്ള അടയാളമായിരിക്കട്ടെ ഈ കുരുത്തോല. പ്രാർത്ഥനയിൽ ഓർമ്മിപ്പിച്ചതുപോലെ ഇത് വയ്ക്കുന്ന ഇടങ്ങളെയും സ്ഥാപനങ്ങളെയും ഭവനങ്ങളെയും എല്ലാ ദുരിതഷ്ടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കുവാൻ ഈ കുരുത്തോലയ്ക്ക് ശക്തിയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന ദിവസം കൂടിയാണ് ഓശാന തിരുനാള്. കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഓർസ്ലേം നഗരിയിൽ ഉണ്ടായിരുന്ന ജനത്തിന്റെ മുഴുവനും ആരവത്തോടുകൂടെ ചേർത്ത് ഈ ദിനത്തിൽ നിശബ്ദമായിട്ടല്ല ഉറക്കെ പാടി പ്രാർത്ഥിച്ച് നമുക്ക് തമ്പുരാന്റെ മുമ്പിൽ പ്രണമിക്കാം. ഈ കാലത്തിൽ നിന്ന്, ഈ വിപത്തിൽ നിന്ന്, മഹാമാരിയിൽ നിന്ന്
ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളെയും ദൂരദേശങ്ങളിലുള്ള എല്ലാവരെയും, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വിദൂരദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന അനവധി പേരുണ്ട്. പലരുടെയും കാര്യങ്ങളിൽ ആശങ്കകളുണ്ട്, അസ്വസ്ഥതകളുമുണ്ട്. എല്ലാവരും സുരക്ഷിതരാകുവാനാണ്. പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ ദിവസങ്ങളിൽ കൂടുതൽ കൃപയുണ്ടാകുവാൻ, വിശ്വസ്തയോടെ ജോലി നിർവഹിക്കുവാൻ തമ്പുരാൻ കൃപ നൽകട്ടെ. ഒരിക്കൽ കൂടി ഓശാന തിരുനാളിൻ്റെ പ്രാർത്ഥനകളും നന്മകളും നേരുന്നു. ഒരാഴ്ചക്കാലം, വലിയ ആഴ്ചക്കാലത്തേക്ക് പ്രവേശിക്കുകയാണ്. സമയത്തിൻ്റെ കാര്യത്തിൽ ആർക്കും പരാതി ഉണ്ടാവുകയില്ല, പരിഭവം ഉണ്ടാവുകയില്ല. ഒന്നിനും സമയം തികയുന്നില്ല എന്ന് ആരും ഈ നാളുകളിൽ പരാതി പറയില്ല. അതുകൊണ്ട് ഈ ഒരാഴ്ചക്കാലത്തേക്ക് നമുക്കൊരു വ്രതമെടുക്കാം. 1 മണിക്കൂറെങ്കിലും ഒരു കുടുംബത്തിൽ എല്ലാവരും ചേർന്ന് വിശുദ്ധ ഗ്രന്ഥമെന്ന് വായിക്കാം. വായിച്ച് പൂർത്തിയാക്കുവാനുള്ള ശ്രമമല്ലെങ്കിലും അതൊരു ശ്രമമായിക്കൊള്ളട്ടെ, ഒരു കർമ്മമാവട്ടെ, ശുശ്രൂഷയാകട്ടെ. ഭവനങ്ങളിൽ എല്ലാവരും ചേർന്നത് വായിക്കാനാകുമെങ്കിലും നല്ലത്. ഓരോരുത്തരും ശ്രമിക്കുക. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒരു ഭാഗം തുടങ്ങി ജാഗ്രതയോടുകൂടി, വിശ്വസ്തയോടുകൂടി വിശുദ്ധ ഗ്രന്ഥം ഒരാവർത്തി വായിച്ച്, സുവിശേഷങ്ങളാകാം, ലേഖനങ്ങളാകാം, പഴയ നിയമ ഭാഗങ്ങളാകാം, ഏതെങ്കിലും ഒരു ഭാഗം ഓരോ ദിവസവും 7 ദിവസത്തേക്ക് 1 മണിക്കൂർ നേരം വായിക്കുമ്പോൾ അതൊരാശ്വാസമാകും, ബലമാകും, സൗഖ്യമാകും. തിരുവചനം കൊണ്ട് സൗഖ്യപ്പെടുത്താൻ ആവാത്ത ഒരു രോഗവുമില്ല. അതുകൊണ്ട് ഈ ഒരാഴ്ചക്കാലം തെല്ല് ജാഗ്രതയോടുകൂടി നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ വാരം എന്ന പേര് ചൊല്ലുമ്പോൾ അതിന് വിശുദ്ധ വചനത്തിൻ്റെ കൂടെ ഒരു ആവരണമുണ്ടാകട്ടെ. സുരക്ഷിതരാകുവാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാ, നിങ്ങളുടെ ഭവനങ്ങൾ തിരിച്ചറിയപ്പെടാനുള്ള അടയാളമായിരിക്കും ഈ രക്തം, ഈ കുരുത്തോലകൾ. വിശുദ്ധ ഗ്രന്ഥത്താലും വിശുദ്ധ കുരിശിനാലും വിശുദ്ധ കുരുത്തോലകളാലും രൂപീകൃതമായ നമ്മുടെ ഭവനങ്ങളും നാം ഏവരും എല്ലാ വിപത്തുകളിൽ നിന്നും സംരക്ഷിതരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഓശാന തിരുനാളിന് മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ആമേൻ. നമുക്കെല്ലാവർക്കും ഭക്തിയോടും സന്തോഷത്തോടും കൂടി നിന്ന് വിനീതനായ ഓസ്ലേമിൽ പ്രവേശിച്ചും മിശിഹായെ ധ്യാനിച്ചുകൊണ്ട് ഓശാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എന്ന് ഏറ്റുപറയാം. ഓശാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സകല ജനപദങ്ങളും മിശിഹായെ രക്ഷകനും നാഥനുമായി അംഗീകരിക്കുവാനും ഏറ്റുപറയുവാനും ഇടയാക്കുന്ന കർത്താവേ, ഓശാന പാടി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഭൂമിയിൽ മിശിഹായ്ക്ക് സ്തുതിഗീതങ്ങൾ ആലപിക്കുന്ന ഞങ്ങളെ സ്വർഗത്തിൽ അവിടുത്തെ മോഹപ്പെടുത്തുവാൻ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഓശാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മിശിഹായെ പോലെ വിനയത്തോടും എളിമയോടും കൂടെ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, ഓശാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഹെബ്രായ പൈതങ്ങളുടെ സ്തുതിഗീതങ്ങൾ സ്വീകരിച്ച് അവരെ അനുഗ്രഹിച്ച കർത്താവേ, ഓശാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനങ്ങൾ നിറവേറ്റിയ കർത്താവേ, ഓശാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമെന്നും രോഗബാധയിൽ നിന്ന് ഞങ്ങളെയും രോഗി ശുശ്രൂഷകരെയും സംരക്ഷിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കുവാൻ ആവശ്യമായ മാർഗങ്ങൾ കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവും രാജാവുമായ മിശിഹായെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേരാനും മാനസാന്തരത്തിന്റെ ബലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂമിയിൽ അങ്ങേക്ക് ഓശാന ഗീതികൾ ആലപിക്കുന്ന ഞങ്ങളെ അങ്ങയുടെ മഹത്വത്തിൽ പ്രവേശിപ്പിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈവെപ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്നു. ദൈവസ്വഭാവത്തിൽ അംഗമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിൻ്റെ പദവികൾ കൈവപ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. കർത്താവേ, അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ.
അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെ മേൽ ഉണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നുയർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ദോചിതം പ്രതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മാമോദിസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയമാകുന്നു. മേഘത്തേരേറി വന്നവനെ പോലെ ബാലകർ കീർത്തിച്ചു ദൈവിക ഭവനം പൂകിടുവാൻ അണയും നീശോ വിനയമോടെ ഉന്നത വീതിയിലോശാന നിത്യം രക്ഷകനോശാന. ഉന്നതനാം നാഥൻ സംപൂജ്യൻ. ും അതുപോലാത്മജനും ദിവ്യറുഹായിക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിയിടാം പാവനമീ ബലിയിൽ. ആദിയിലെ പോലെന്നേക്കും ആമേനാമേ. സുതനുടെ പ്രേഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മർത്തോമായെയും ഇണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിതിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരോ കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോദ്ധാനത്തിൽ ശരണം തേടുന്നു.
ചിതരായിടുവാൻ. തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും ഉള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്നും ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിലുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവാൽ തെറിക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാനവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സിനെ പറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെ ഈ നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയർക്കീസമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സുഖരായത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരരെ, ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാനയെ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനു വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും അങ്ങ് കാരുണ്യാതിരകത്താൽ ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം കുറച്ച് വിശ്വാസത്തോടെ പരിപൂർണ്ണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടും അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാകുന്നതിനോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ.
കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ൃഹാദൻ സവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാമബ്രാഹം ഇസ്ഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന, ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗുണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശ്യനും അങ്ങയിൽ നല്ല പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ
അവിടുന്ന് തന്നെ ശൂന്യനാക്കിയ ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസ്തയും എടുത്ത കൃതജ്ഞതാ സ്തോത്രം ചെയ്ത വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തതാ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവൻ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്കും രൂപതാധ്യക്ഷനും പിതാവുമായ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്കും തോമസ് മെത്രാനും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, സന്യാസികൾ, ആത്മായ പ്രേക്ഷിതർ എന്നിവർക്കും വേണ്ടി ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തിൽ വേർതിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശം കാത്തിരിക്കുന്ന ഈ സ്നേഹസമൂഹത്തിന് വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർബലവും വിശുദ്ധവുമായ ബലിപീഠത്ത് മേലങ്ങിയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ ഔന്നനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഐശോവും സിഹായി അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായി എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ,
എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നീ ദാസരുടെ കുർബാനയിലൂടെ ആവശ്യിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രതി എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മഹനീയവും വിസ്മയാവകവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രവർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ മൂല്യരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷതരം പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദര ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും മിന്നുമെന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് ത്വരിതമെന്നോട് അതേ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേതനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവകുമാര രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. أياد من شميا مهتز كنانا لاه ماد نهتز من روما يمار Parokan berasa selmida Ulmandal kumba Gharib nasivli bil alam uyaris malkusa. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തി ആദരങ്ങളോടെ സമീപിക്കാം. നിഷ്കളങ്കമായ പ്രാർത്ഥനയോടും അഗാധമായ മനസ്താപത്തോടും കൂടെ സഭയുടെ ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. അനുതാപത്തിനുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും
സഹോദരിയുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും അടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിയോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ആദരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുവെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മുടെ മുൻപിൽ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന ഈ ദിവ്യരഹസ്യങ്ങൾ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ രക്ഷയ്ക്കായി മുറിക്കപ്പെട്ട ശരീരവും നമുക്ക് വേണ്ടി ചിന്തപ്പെട്ട ഉടമ്പടിയുടേതുമായ രക്തവും കൈക്കൊള്ളാം. ഇതാ പ്രവാചകനെ സ്പർശിക്കുകയും എല്ലാ പാപങ്ങളിൽ നിന്നും വിശുദ്ധീകരിക്കുകയും ചെയ്ത ജീവിക്കുന്ന തീക്കട്ട. ശ്രദ്ധയോടും ശുദ്ധിയോടും കൂടെ നമുക്കതിനെ സമീപിക്കാം. എൻ്റെ യേശുവേ, അങ്ങ് ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങനിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശ്വം മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ. ഒലിവ് ശാഖകളേന്തിയ ബാലകർ ഈ ദിവസം മിശിഹായെ എതിരേറ്റു. ഓശാന ഗീതികളാൽ അവർ അവനെ മഹത്വപ്പെടുത്തി. അവനെ അയച്ച പിതാവിന് അവർ സ്തുതികൾ ആലപിച്ചു. ദാവീദിന്റെ ഭവനത്തിൽ നിന്ന് കൃപാപൂർവം വന്നവനും ഞങ്ങളുടെ വംശത്തെ രക്ഷിച്ചവനുമായ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. സഹോദരരെ, തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് അവിടുത്തെ നാമത്തിന് നിങ്ങൾ നന്ദി പറയുവിൻ.
യേശുവിനാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. യേശുവിൻ തിരുനിണമേ എന്നെ ലഹരിയിലാഴ്ത്തണമേ. യേശുവിൻ ഹൃത്തടജലമേ എന്നെ നിത്യം കഴുകണമേ. യേശുവിൻ പീഡകളെ എന്നെ സുധീരനാക്കണമേ. നന്മതൻ നിറകുടമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നാഥാ നിൻ തിരുമുറിവിൽ എനിക്കഭയം നൽകണമേ. മേലിൽ വേർപിരിയാതെ എന്നെ അങ്ങിൽ ചേർക്കണമേ. എല്ലാ തിന്മയിൽ നിന്നും എന്നെ പരിരക്ഷിക്കണമേ. മരണവിനാഴികയിൽ എന്നെ അങ്ങു വിളിക്കണമേ. നിൻ തിരുസവിധം പൂകാൻ എന്നെ കൽപ്പിച്ചരുളണമേ. സകല വിശുദ്ധരുമൊന്നായി നിന്നെ സതതം വാഴ്ത്തിടുവാൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മിശിഹായുടെ മരണോദ്ധാനവും അനുസ്മരിക്കുന്ന ഈ പരിഹാര ബലിയിൽ പങ്കുചേരുവാനും ദിവ്യരഹസ്യങ്ങൾ സ്വീകരിക്കുവാനും ഇടയാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിത സമർപ്പണം വഴി നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഓശാന ഗീതങ്ങളുടെ മധ്യേ ഓസ്ലേമിൽ പ്രവേശിച്ച കർത്താവേ, ഓശാന പാടി നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളെയും യോഗ്യരാക്കിയതിന് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. നിന്റെ പെസഹ രഹസ്യത്തിൽ പങ്കുചേർന്നവരായ ഞങ്ങൾ സ്വർഗീയ ഓസ്ലേമിൽ എത്തിച്ചേരുവാനും അവിരാമം നിന്നെ മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. സകലത്തിൻ്റെയും നാഥായി എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നീക്കുവാമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. മിശിഹാ വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൽ
ദൈവത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. നരരക്ഷകനും നാഥനുമായി ധരയിലണഞ്ഞൊരു മിശിഹായി നൽകിയ താതനു വന്ദനവും സ്തുതിയുമണയ്ക്കാം സാമോദം. എളിയൊരു കഴുത പുറമേറി വന്നൊരു രാജനെ വന്ദിക്കാൻ ഓശാനകളാൽ വാഴ്ത്തിടുവാൻ ഇടയാകണമേ റൂഹായി. സഹിക്കാൻ കുരിശേറാൻ ഓസ്ലേം ഭോഗിയ തിരുനാഥൻ ത്യാഗമോടെന്നും ജീവിക്കാൻ നിത്യമനുഗ്രഹമരുളട്ടെ. മന്നിതിൽ നിങ്ങൾ സ്തുതി പാടി പിന്നിലും അവനെ വാഴ്ത്തിടുവാൻ ദൈവം വരനിര ചൊരിയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജനെഴുന്നള്ളുന്നു. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജനെഴുന്നള്ളുന്നു. വിനീതനായി യേശുനാഥൻ നിന്നെ തേടി അണഞ്ഞിടുന്നു. കരഘോഷമോടെ സ്തുതിച്ചിടുവിൻ, ഹല്ലേലൂയാ ഗീതി പാടിടുവിൻ. ഓർസ്ലേമിൻ രക്ഷകനായവൻ ദാവീദിൻ പുത്രനെ വാഴ്ത്തുവിൻ. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജനെഴുന്നള്ളുന്നു. പാപിക്കും രോഗിക്കും സൗഖ്യവുമായി, അന്ധനും ബധിരനും മോചനമായി, തളർന്നു പോയ മനസ്സുകളിൽ പുനരുത്ഥാനത്തിൻ ജീവനായി. പാപിനി മറിയത്തെ പോലെ നീ പാപങ്ങളേറ്റു ചൊല്ലിയിടുകിൽ,
ജീവൻ നിന്നിൽ ചൊരിഞ്ഞിടും കൺമണിയായി കാത്തിടും ഇസ്രായേലേ സ്തുതിച്ചിടുക രാജാധിരാജനെഴുന്നള്ളുന്നു. മഹിമയിൽ മിന്നി വിളങ്ങിടുമാ രക്ഷകനേശുവിനോശാന. മണ്ണിലും വിണ്ണിലും പുളകവുമായി വിനയത്തിൻ തേരേറി വരുന്ന സ്നേഹനാഥനായോർസ്ലേം ജനതതി ആർപ്പു വിളിപ്പൂ ഓശാന. മാലാഖവൃന്ദം പാടുന്നു സ്വർഗീയ സൈന്യം വാഴ്ത്തുന്നു. ബലവാനായ കർത്താവേ എന്നെന്നും നീ പരിശുദ്ധൻ. വാനവരൊത്ത് ഹൃദയതാളത്തിൽ മാനവർ പാടുന്നു ഓശാന. സർവചരാചര പാലകനേ മരുവിൽ മന്ന പൊഴിച്ചവനേ ജീവിതം തന്നെ